CPM നിയന്ത്രണത്തിലുള്ള കണ്ണൂർ സിറ്റി മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിൽ അംഗമല്ലാത്ത ആളുകളുടെ പേരിലും തട്ടിപ്പ് നടന്നതായി പരാതി. വർഷങ്ങൾക്ക് മുൻപ് സൊസൈറ്റിയുമായി ബന്ധം അവസാനിപ്പിച്ച ആളുകളുടെ പേരിലാണ് വ്യാജ ഒപ്പിട്ട് വായ്പ എടുത്തിരിക്കുന്നത്. സൊസൈറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഈ തട്ടിപ്പെന്നാണ് ആരോപണം. വിവരങ്ങളുമായി മിഥുൻ ചേരുന്നു. മിഥുൻ, മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിലാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഈ സഹകരണ സംഘങ്ങളൊക്കെ സാധാരണക്കാരെ സഹായിക്കാനാണെങ്കിലും ഇപ്പോൾ ഏറ്റവും അധികം വ്യാജ വായ്പകളും തട്ടിപ്പുകളും നടക്കുന്നത് ഈ സഹകരണ മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ്, അല്ലേ? തീർച്ചയായും രോഹിണി, കാരണം നമ്മൾ ഈ സഹകരണ സംഘത്തെ സംബന്ധിച്ച് നേരത്തെയും വാർത്തകൾ നൽകിയിട്ടുണ്ട്. അന്ന് അംഗങ്ങളായ ആളുകളുടെ പേരിൽ വ്യാജ ഒപ്പിട്ട് ഇത്തരത്തിൽ വ്യാപകമായി വായ്പ ഈ അവിടെയുള്ള ആളുകൾ തന്നെ എടുത്ത് തിരിമറി നടത്തി എന്നുള്ള ഒരു വിവരമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടത്. ഈ പല ആളുകൾക്കും ഈ സഹകരണ വകുപ്പ് ഓഡിറ്റ് വിഭാഗത്തിൽ നിന്ന് നോട്ടീസ് ലഭിച്ചപ്പോഴാണ് ഇത്തരത്തിൽ തങ്ങളുടെ പേരിൽ വ്യാജ ഒപ്പിട്ട് ലോൺ എടുത്തവരുടെ വിവരം പോലും മനസ്സിലായത്. അംഗങ്ങളുടെ പേരിൽ ലോൺ എടുത്ത് പോകട്ടെ എന്ന് വെക്കാം. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ സൊസൈറ്റിയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച ആളുകളുടെ പേരിൽ പോലും ഇത്തരത്തിൽ വ്യാജ ഒപ്പിട്ട് ലോണുകൾ നേടിയിരുന്നു അല്ലെങ്കിൽ വായ്പകൾ നേടിയിരുന്നു എന്നൊരു വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം പലതരത്തിലാണ് ഇവിടെ ഈ ഒരു തട്ടിപ്പ് നടന്നിട്ടുള്ളത്. കാരണം അംഗങ്ങളായവരുടെ പേരിൽ അവരറിയാതെ വായ്പ എടുക്കുന്ന പരാതിയാണ് ആദ്യം ഉയർന്നിരുന്നത്. എന്നാൽ വർഷങ്ങളായി ഈ സഹകരണ സംഘത്തിലെ അംഗം പോലുമല്ലാത്ത ആളുകളുടെ പേരിലാണ് തട്ടിപ്പ് നടന്നിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഹകരണ വകുപ്പിന്റെ ഒരു ഓഡിറ്റ് വിഭാഗത്തിൽ നിന്നുള്ള കത്ത് വന്നപ്പോഴാണ് ഈ തട്ടിപ്പ് മനസ്സിലായത്. ഇവരുടെ പേരിൽ വ്യാജ ഒപ്പിട്ട് വായ്പ എടുത്ത ആളുകൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം തന്നെയാണ് ഇവരും ഉന്നയിക്കുന്നത്. മാത്രമല്ല, ലക്ഷങ്ങളുടെ സാമ്പത്തിക ക്രമക്കേട് ഈ സൊസൈറ്റിയിൽ നടന്നിട്ടുണ്ടെന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഈ സൊസൈറ്റിയുടെ തുക തട്ടിയെടുത്ത് ആളുകളെ പറ്റിച്ച ഈ സൊസൈറ്റിയുടെ സഹകരണ സംഘങ്ങളുടെ ഒരു വിശ്വാസ്യത തന്നെ തകർക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിച്ച ആളുകൾക്കെതിരെ കൃത്യമായ നടപടി വേണം. അവരുടെ അടുത്തുനിന്ന് ഈ തട്ടിച്ച തുക തിരിച്ചു പിടിക്കണമെന്നൊരു ആവശ്യം കൂടി ഇത്തരത്തിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട് രോഹിണി.